എല്ലാ ഗുരുജനങ്ങളെയും സഹോദരന്മാരും വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, തിരുവനന്തപുരത്തെ പാളയത്തുള്ള താജ് ഹോട്ടലിൻ്റെ മുന്നിൽ അന്ന് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഞാനും എൻ്റെ അളിയൻ സുരേഷ് കുമാറുമായിട്ട് കുറച്ച് സുഹൃത്തുക്കളുമൊക്കെ അവിടെ വൈകുന്നേരം കൂടുമ്പോൾ ഒരു ദിവസം ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അതാണ് സുരേഷ് ഗോപി. സിനിമയുമായിട്ട് ഒരു ബന്ധമുള്ള വ്യക്തിയാണെന്ന് മാത്രമേ അന്ന് പറഞ്ഞുള്ളൂ, ആരാണെന്നൊന്നും പറഞ്ഞില്ല അത്. പക്ഷെ സുമുഖനായ വ്യക്തി വളരെയധികം ശക്തമായിട്ട് സംസാരിക്കുകയും സരസമായിട്ട് സംസാരിക്കുകയും എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിട്ടാണ് അപ്പോഴും കണ്ടത്. അതിനുശേഷം അദ്ദേഹവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനും ഒക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ശേഷം തിരുവനന്തപുരത്ത് പൂജപ്പരയ്ക്ക് അടുത്ത് താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുമൊക്കെ ഞാനും എൻ്റെ കുടുംബവും പോകാറുണ്ട്. അതിനുശേഷം വളരെയധികം അടുക്കുന്നതൊക്കെ കാശ്മീരം, തക്ഷശില, പൈലറ്റ് എന്നീ സിനിമകളുടെ ഷൂട്ടിങ്ങിന് ഞങ്ങളൊപ്പം കൂടിയിരിക്കുകയും സുരേഷ് പറഞ്ഞതുപോലെ ചില വഴക്കുകളും ശബ്ദമുയർത്തിയുള്ള സംസാരമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ്. പല കാര്യങ്ങളും ഞാൻ സുരേഷിനോട് പോയി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സുരേഷ് കൃത്യമായിട്ട് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പ്രതിപാദിച്ച പോലെ ഈ നീളമുള്ള ശരീരത്തിനകത്തൊരു വലിയൊരു മനസ്സാണുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഹൃദയം പോരാ എന്ന് തോന്നും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾക്ക്. സിനിമാ രംഗത്ത് മാത്രമല്ല, മറ്റ് രംഗത്തുള്ളവരും പാവപ്പെട്ടവരെ എല്ലാവരെയും മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് മലയാളികളെല്ലാം അവരുടെ സ്വന്തം ഹൃദയത്തിൽ ഒരു നല്ലൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തിനെ സ്നേഹാദരവോടുകൂടി പ്രാവശ്യം കണ്ടത്. ഏറ്റവും കൂടുതൽ സഹോദരന്മാരാണ് അദ്ദേഹത്തിനെ പോയി കണ്ടത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ശേഷം സ്ത്രീകൾക്ക്, അമ്മമാർക്ക്, ഒരു കുടുംബം പുലർത്തി പോകുന്ന ഈ സഹോദരിമാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിന് തുല്യമാണ്. സുരേഷിൻ്റെ കണ്ണ് നിറയാതെ നോക്കേണ്ടത് ആ അമ്മമാരുടെയും അവിടെയുള്ള സ്ത്രീജനങ്ങളുടെയും ഒരു കടമയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് അവരുടെ സംസാരം. ഇപ്പോൾ പലപ്പോഴും തൃശ്ശൂരുമായിട്ട് പല ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ കേൾക്കുന്ന ഇതാണ്, ഇങ്ങനെ ഒരു മനുഷ്യനെ, വലിയ ഹൃദയമുള്ളൊരു മനുഷ്യനെ നമ്മുടെ കേന്ദ്രമന്ത്രിയായി കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അതിനോടൊപ്പം തന്നെ ഫിലിം ഫ്രട്ടേണിറ്റിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം, എനിക്ക് അത് കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല, ദിവസവും ഓർമ്മയില്ല. കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് കളക്ടറായിരുന്ന ശ്രീമതി ശാരദ മുരളീധരൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കാർഗിലിന് വേണ്ടി എന്തെങ്കിലും സംഭാവന നൽകാൻ നിങ്ങളുടെ സിനിമാ ഫീൽഡിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറേ രൂപ പിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സംഭവം ശ്രീമതി ശാരദാ മുരളീധരനുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ GS വിജയൻ എന്ന സുഹൃത്തിനെ കണ്ടു. അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊന്ന് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ പല സിനിമയിലെ വ്യക്തികളെയും കണ്ടപ്പോൾ പലർക്കും സമയമില്ല എന്ന് പറഞ്ഞതിൽ എനിക്കന്ന് ദുഃഖമുണ്ട്, അത് തുറന്നു പറയുന്നതിൽ സങ്കടവുമുണ്ട്. പക്ഷേ വിജയൻ എന്ന് പറഞ്ഞത് നമുക്ക് സുരേഷ് ഗോപിയെ കാണാം, അതിൻ്റെ ബാക്കി പത്രങ്ങൾ നിങ്ങൾക്കറിയാമെന്നുള്ളതാണ്. പിന്നെ സുരേഷ് ഗോപി ഓരോ വ്യക്തിയെയും വിളിച്ചു പറഞ്ഞു വന്നേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം കേരളത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള സിനിമാ നടന്മാർ, ഡാൻസേഴ്സ് എല്ലാവരും വന്ന് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ അന്ന് മഴയെ പോലും ഭയന്ന് ആ പ്രോഗ്രാമെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ശാരദാ മുരളീധരൻ എന്ന കളക്ടർക്ക് ഞങ്ങൾ കൊടുത്തത് 12 ലക്ഷം രൂപയാണ്. സുരേഷ് ഗോപിക്ക് ഓർമ്മ കാണുമെന്ന് പറഞ്ഞു. ശരി, ഒന്ന് കറക്ഷൻ, 42 ലക്ഷം രൂപ കൊടുത്തു. ഞാനതിൻ്റെ കൺവീനറായിരുന്നു അന്ന്. ഇത്രയും വലിയ ഒരു ജനങ്ങളുടെ മനസ്സിൽ അന്ന് കാർഗിലിൽ മരിച്ചുപോയ ജവാന്മാർക്ക് വേണ്ടിയിട്ട്, അവരുടെ ജീവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ജനങ്ങളോടൊപ്പം നിൽക്കും. അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി സർക്കാർ പിരിക്കാൻ
പണം പലയിടത്തു നിന്നും അന്വേഷിക്കുമ്പോൾ പോലും സിനിമയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ അന്ന് സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുന്നിൽ നിന്ന് സധൈര്യം പറയാൻ ഞാൻ കുറേ രൂപ സമ്പാദിച്ചുണ്ടാക്കി തരുമെന്ന് പറയാൻ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പൊന്നനുജന് ഇനിയും വളരെ വലിയ ഉയർച്ച ഈ സമൂഹത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ഇനിയും സിനിമകൾ അദ്ദേഹം അഭിനയിക്കണം. മനുഷ്യൻ്റെ ഹൃദയത്തിനെ തൊട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ച് ഒരു വലിയൊരു ശക്തിയായി ഇന്ന് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിലും അദ്ദേഹം തിളങ്ങട്ടെ. ഫിലിം ഫ്രട്ടേണിറ്റിക്ക് ഒരു വലിയൊരു അഭിമാനമാണ് അങ്ങേരുടെ ഈ സ്ഥാനം ലഭിച്ചതിൽ ഞങ്ങളെല്ലാം സന്തോഷിക്കുന്നു. എനിക്ക് ഒരു മിനിറ്റ് ഇവിടെ സംസാരിക്കാൻ അവസരം തന്ന എല്ലാ വ്യക്തികൾക്കും ഫിലിം ഫ്രട്ടേണിറ്റിക്ക് വേണ്ടിയിട്ടും ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി, യു ആർ ഗ്രേറ്റ്.